ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾക്ക് ചിക്കൻ റൈസ് ഉണ്ടാക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പം അതിന് വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ചിക്കനാണ്. ഒരു 500 ഗ്രാം ചിക്കൻ എടുത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെക്കാൻ പോകണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി 1 ഗ്ലാസ് ബിരിയാണി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാൻ പോകണം കേട്ടോ. ബസ്മതി അല്ലെങ്കിൽ ജീരകശാല അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് പച്ചക്കറികൾ റെഡിയാക്കാം. 1.5 ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, 1 ക്യാരറ്റ്, 1 സവാള. ഈ ക്യാപ്സിക്കവും ക്യാരറ്റൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും അരിഞ്ഞെടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. അപ്പോൾ നമ്മളെ ചാനലിലെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മളെപ്പോഴും വരും. നല്ല കോട്ടിംഗ് ഒക്കെ ഉണ്ടായിരിക്കും ചിക്കൻ കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ വറുത്തെടുത്ത് കഴിഞ്ഞാൽ, ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നമുക്ക് നുറുക്കി മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൈസാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. ഇനി നമ്മൾ കഴുകി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ ബിരിയാണി റൈസ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്കിതിനെ പകുതി വേവോട് കൂടി എടുക്കണം കേട്ടോ. ചോറ് ഉടഞ്ഞു പോകാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പകുതി വേവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ കുറച്ച് പാത്രങ്ങളിലോട്ടൊക്കെ മാറ്റി ഒന്ന് ചൂടാറാൻ വേണ്ടി ഞാനൊന്ന് മാറ്റി വെക്കാൻ പോവാണ് കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ പൊരിച്ച് വെച്ചിരിക്കുന്ന ഓയിൽ കുറച്ചെടുത്ത് പാനിലോട്ട് ഒഴിച്ച് ചൂടാക്കി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1 സവാളയാണ് എടുത്തിരിക്കുന്നത്, വെള്ള സവാള ഏതായാലും കുഴപ്പമില്ല. അതും നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടി അതിനകത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ക്യാബേജ്, ഒരു പകുതി ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ക്യാബേജ് ഇട്ടോ, നന്നായിരിക്കും. ഇനി നമ്മുടെ ക്യാപ്സിക്കം, 1.5 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു ഐറ്റം, അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഓയിൽ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഗ്ഗാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു 3 എഗ്ഗ് ഞാൻ ഇതിനകത്തേക്ക് ഉടച്ചൊഴിക്കുന്നുണ്ട്. അത് 3 എഗ്ഗ് നിർബന്ധമില്ല കേട്ടോ, 2 എഗ്ഗ് ആയാലും മതി. 3 എഗ്ഗാണെങ്കിൽ എനിക്ക് എഗ്ഗ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഇട്ടതാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ ആഡ് ചെയ്തിരുന്നു കേട്ടോ. എരി കുറവായിരുന്നുകൊണ്ട് പിന്നീട് ആഡ് ചെയ്തു. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നമ്മുടെ ചിക്കൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചിക്കൻ കഴിക്കാനായിട്ട്. അതും കൂടെ ആഡ് ചെയ്തെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് സോയാ സോസ്, 3 ടീസ്പൂൺ സോയാ സോസ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചില്ലി സോസ് ഒരു 2.5 ടീസ്പൂൺ ചില്ലി സോസും കൂടി അതിനകത്തേക്ക്, റെഡ് ചില്ലി സോസാണ്, ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ടേസ്റ്റായിരുന്നു, നല്ല മണമൊക്കെ ആയിരുന്നു. നമ്മളെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലത്തേക്ക് ബൈ. Don't try to drain my energy, the enemy is everything. It's mentally, unhealthily, spreading like a rare disease, but I won't